ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മാസത്തേക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ സമൂസയൊക്കെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫ്രീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് കഴിയുന്നത് വരെയുള്ള സമൂസ റെഡിയാക്കി വെക്കാം, നോമ്പിൻ്റെ മുമ്പ് തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പാകുമ്പോൾ വൈകുന്നേരം അത് കുറച്ച് സമയം മുന്നേ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ ഒരു സമയത്തൊന്ന് പൊരിച്ചെടുത്താൽ മതി. കൂടുതൽ സമയമൊന്നും അടുക്കളയിൽ ചിലവഴിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ആദ്യം നമ്മൾ സമൂസയ്ക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ സമൂസയുടെ ഷീറ്റ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുകളിൽ ഐ കാർഡ്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടിട്ട് വന്നോളൂ. അപ്പോൾ ആദ്യം തന്നെ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇഞ്ചി ഒന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നാലേ ഉള്ളൂ നമുക്കത് കടിക്കാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ മസാലയിൽ ഇഞ്ചി ഇങ്ങനെ ഒരു കടിക്കൽ വരും കേട്ടോ. അപ്പോൾ അത് ചേർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോ പച്ചമുളകിനും ഓരോ എരിവായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ്, ഒരു 7 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 5 സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. കാരണം സവാള അത്യാവശ്യം ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരണം. ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് വേണം കേട്ടോ നമുക്ക് മസാല കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. പിന്നെ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാനും പറ്റും, നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞതായതുകൊണ്ട്. പിന്നെ ആ ഒരു സമയം കൊണ്ട് നമ്മളിതാ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ഒരു 200 ഗ്രാം ചിക്കന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എല്ലില്ലാത്ത പീസുകളാണ് കേട്ടോ. അപ്പോൾ അതാ സവാള ഇവിടെ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സവാള ഡ്രൈ ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ. അതുപോലെ തന്നെ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പോലെ ഉണ്ടാവാനും പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള മസാല ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. ഇതുപോലെ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം വേണം നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു ഓല ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ, ലൂസ് ആവാൻ പാടില്ല, നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മൈദ പേസ്റ്റ് റെഡിയായി. അപ്പോഴേക്കും മസാലയും ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫാനിൻ്റെ താഴെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം വേണം കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു സമൂസ ഷീറ്റിൽ വെച്ചിട്ട് തന്നെയാണ് സമൂസ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സമൂസ ഷീറ്റ് ഇതിപ്പോൾ 3 ദിവസത്തോളം ആയിട്ടോ ഞാനിത് റെഡിയാക്കി വെച്ചിട്ട്. റെഡിയാക്കി അന്ന് ഇതിൽ ഫില്ല് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഞാനത് ഫ്രിഡ്ജിൻ്റെ താഴെ കണ്ടെയ്നറിലാക്കിയിട്ട് ഒട്ടും എയറൊന്നും കിടക്കാത്ത ഒരു കണ്ടെയ്നറിലാക്കി വെച്ചതായിരുന്നു. പിന്നെ കൂടുതൽ ദിവസം വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസമൊക്കെ നിങ്ങൾക്ക് സമൂസ ഷീറ്റ് ഒരു 15 ദിവസമോ 1 മാസമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സിപ്ലോ കവറിലാക്കിയിട്ട് എന്നെ വെക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഒരാഴ്ച വരെയൊക്കെ താഴെ വെച്ച് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളിത് ഫ്രീസറിൽ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് റോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഷീറ്റ് വെച്ചിട്ടും ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്തത് കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇനി റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, റൗണ്ടിലുള്ള പീസാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ഇത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഷീറ്റിൻ്റെ ആ ഒരു ടൈപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലൊക്കെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കോണാക്കി റോൾ ചെയ്ത് കൊടുത്താൽ സമൂസ റെഡിയായി. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ പെട്ടെന്നൊന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ.
പിന്നെ നമ്മൾ സമൂസ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴും റോൾ ചെയ്തെടുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം കുറച്ച് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം. അതുപോലെ ഫില്ലിങ്ങും അത്യാവശ്യം വെച്ച് കൊടുത്തിട്ട് നല്ലൊരു ടൈറ്റ് ആയിട്ട് വേണം കേട്ടോ ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് എണ്ണ കയറി പോകും. പിന്നെ കോണിനൊക്കെ ആക്കുന്ന സമയത്ത് കോണിനൊക്കെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ മൈദ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ റെഡിയാക്കി എടുത്തത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ഓരോന്നും നിരത്തി ഓരോന്നായിട്ട് വെച്ചിട്ട് തന്നെ ഫ്രീസറിൽ വെക്കണം. അല്ലെങ്കിൽ തമ്മിൽ ഒട്ടി പിടിക്കും. കാരണം ഇത് നമ്മൾ മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് നല്ല ഐസാക്കി എടുക്കണം കേട്ടോ. ഞാനിത് രാത്രിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് രാത്രി ഇങ്ങനെ തന്നെ ട്രയലാക്കി വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇത് നല്ല ഹാർഡായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഫ്രീസ് ആയതിനു ശേഷം നമുക്കിതുപോലെയുള്ള കണ്ടെയ്നേഴ്സിൽ നമുക്കിതുപോലെ ഒന്നിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താലും ഒരു പ്രോബ്ലം വരില്ല. അല്ലെങ്കിൽ തമ്മിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് മൈദ പേസ്റ്റൊക്കെ ആക്കി കൊടുത്തതല്ലേ നമ്മൾ, തമ്മിൽ ഒട്ടി പിടിച്ചിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാം, അടച്ചു വെച്ചിട്ട് ഒട്ടും തന്നെ എയറൊന്നും കടക്കാത്ത രീതിയിൽ അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കാം. അല്ലെങ്കിൽ സിപ്ലോ കവറിലാക്കിയിട്ടും സൂക്ഷിക്കാം കേട്ടോ, ഒരു കുഴപ്പവും വരില്ല. പിന്നെ കണ്ടെയ്നർ ആവുമ്പോൾ നമുക്ക് ഫ്രീസറിൽ ഒരുപാട് സ്ഥലം വേസ്റ്റ് ആവും കേട്ടോ. ഇത് സിപ്ലോ കവറിലാവുമ്പോൾ നമുക്ക് അത്ര തന്നെ സ്ഥലം പോവില്ല. നമ്മൾ ഒരുപാട് സ്നാക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് കണ്ടെയ്നേഴ്സ് ഓരോന്നായിട്ട് വെക്കുന്ന സമയത്ത് ഒരുപാട് സ്ഥലം നമുക്ക് പോകും. അപ്പം ഞാനിതാ ഇവിടെ എല്ലാം ഇത് ഇപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. ഒക്കെ നല്ല ഐസായിട്ടുണ്ട്, നല്ല ഹാർഡായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് എങ്ങനെയായാലും ഒന്നും ആവില്ല. അപ്പം ഞാനിതാ സിപ്ലോ കവർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിപ്ലോ കവർ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം എയറൊക്കെ കളഞ്ഞിട്ട് ഇത് ലോക്ക് ചെയ്ത് നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ ഒരു മാസത്തിനേക്കുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ റെഡിയാക്കി വെക്കാം കേട്ടോ. നമ്മൾ ഫ്രീസറിൻ്റെ സ്പേസ് അനുസരിച്ചിട്ട് റെഡിയാക്കി വെക്കാം, ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഐസ് ആദ്യം ട്രയൽ വെച്ച് കൊടുത്തിട്ട് ഐസാക്കി എടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ തമ്മിൽ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് നമ്മളത് എടുക്കുന്ന സമയത്ത് പൊട്ടി പോകും കേട്ടോ. അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഒരു കുഴപ്പം വരില്ല. പിന്നെ നമ്മൾ പൊരിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് 1-1.5 മണിക്കൂർ മുമ്പ് ഇത് പുറത്തേക്ക് എടുത്ത് വെക്കുക കേട്ടോ. ആവശ്യത്തിന് നമ്മൾ എത്ര എണ്ണാണോ ഓരോ ദിവസവും ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ളത് പുറത്തേക്ക് എടുത്ത് വെക്കുക. 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി സമൂസ റെഡി ആയിട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ള സമൂസ ഷീറ്റ് ആണെന്ന് ഒന്നും അറിയില്ല കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള. അപ്പോൾ നോമ്പിന് സമൂസ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്കൊക്കെ റെഡിയാക്കി എടുക്കാം. ഏത് സ്നാക്കും നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പം ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.